എൻ്റെ പേര് ആതിര എന്നാണ്. ഞാൻ കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ മനക്കൊടിയിലാണ് താമസിക്കുന്നത്. വീട്ടിൽ അച്ഛൻ, അമ്മ, 2 മക്കൾ, ഹസ്ബൻഡ്, ഞാൻ ഒക്കെയാണ് താമസിക്കുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ഫേമിലാണ്. എനിക്ക് 31 വയസ്സാണുള്ളത്. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെന്ന് കുറേ നാളായിട്ട് ചിന്തിക്കുന്ന കാര്യമാണ്. ഏത് പോളിസി എടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ റിലേറ്റീവ് പറഞ്ഞിട്ട് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ ആളുടെ ഒരു ഫ്രണ്ട് ത്രൂ ആണ് എടുക്കുന്നത്. ഏജൻറ്റിൻ്റെ പേര് വിപിൻ എന്നാണ്. ആ ചേട്ടൻ വിളിച്ച് കുറേ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പം അതിൽ ഞാൻ കൺവിൻസ്ഡ് ആയി. അങ്ങനെയാണ് പോളിസി എടുക്കുന്നത്. പെർ ഇയർ 5 lakhs ആണ് നമുക്ക് ക്ലെയിം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ 3 വർഷത്തെ പോളിസിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പോളിസിയിലുള്ളത് എൻ്റെ ഹസ്ബൻഡും ഞാനും 2 മക്കളുമാണ്. നിങ്ങൾ ഇതുവരെ എന്തെങ്കിലും ക്ലെയിമുകൾ എടുത്തിട്ടുണ്ടോ? വർഷത്തെ ദീപാവലിയുടെ അന്ന് വൈകുന്നേരം അവൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ തന്നെ വീഴുമായിരുന്നു. കൈ ഇടിച്ചിട്ടാണ് വീണത്. കൈ ഇടിച്ച് വീണപ്പം കൈയിൻ്റെ നമുക്ക് നോക്കുമ്പോൾ ചെറിയ ഒരു വളവ് മാതിരി നമുക്ക് കയ്യിൽ തോന്നി. അപ്പോൾ പിറ്റത്തെ ദിവസം മോർണിംഗ് തന്നെ നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഇപ്പോൾ സാറ് ഒരു എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ ആളുടെ ബോൺ അലൈൻമെൻറ്റ് മാറിയിട്ട് ഇങ്ങനെ ബെൻഡായിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഒരു അനസ്തേഷ്യ കൊടുത്തിട്ട് എല്ലാം നേരെ പിടിച്ചിട്ടിട്ട് പ്ലാസ്റ്റർ ഇടണം, അപ്പോൾ അഡ്മിഷൻ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ വെരി നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ പോയിട്ട് അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ. എന്നിട്ട് രാവിലെ തന്നെ മോനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി അവിടെ അനസ്തേഷ്യ കൊടുത്തിട്ട് അവൻ്റെ ബെൻഡായത് നേരെയാക്കിയിട്ട് അവർ പ്ലാസ്റ്റർ ഇട്ടു. വൈകുന്നേരമാണ് മോനെ നമുക്ക് കാണാൻ പറ്റിയത്. പിന്നെ ഒരു ദിവസം കൂടെ ഒബ്സർവേഷനിൽ ഇരിക്കേണ്ടി വന്നു നമ്മൾ. അപ്പോൾ ഈ ഒരു സമയത്താണ് നമുക്ക് ഈ ക്ലെയിം കിട്ടിയത്. നമ്മൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. റീസെൻ്റ് ആയിട്ടാണ് പോളിസി എടുത്തത്. അതിൻ്റെ മുന്നത്തെ വീക്കാണ് ഞാൻ പോളിസി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിറ്റത്തെ ദിവസം തൊട്ട് ആക്സിഡൻറ്റിന് കവറേജ് ഉണ്ടെന്ന് നമ്മുടെ ഏജൻറ്റ് പറഞ്ഞു. അങ്ങനെയാണ് ക്ലെയിമിന് കൊടുത്തത്. അപ്പോൾ വേഗം തന്നെ ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് കിട്ടി. ഏകദേശം ഒരു 20,000-21,000 രൂപ ചിലവ് വരുന്ന ട്രീറ്റ്മെൻറ്റിൽ ഒരു 1,000 രൂപ മാത്രമാണ് എനിക്ക് ചിലവായുള്ളൂ. ബാക്കിയെല്ലാം ക്ലെയിം കിട്ടിയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇതെടുത്തത് വളരെ ഹെൽപ്ഫുള്ളായി. ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായില്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്നത്തെ ലോകത്ത് ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രാധാന്യം എന്താണ്? ഞാൻ തന്നെ വളരെ വൈകിട്ടാണ് പോളിസി എടുത്തത്. ഒരുപാട് ചിന്തിച്ചിട്ടാണ് ഒരു വർഷം ഇത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ. അതെനിക്ക് മടിയായിരുന്നു. പിന്നെ മോൻ ഇടയ്ക്കിടെ ഹോസ്പിറ്റലിൽ പനിയൊക്കെ ആയിട്ട് കിടക്കുമ്പോൾ എനിക്ക് തോന്നി ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. എനിക്ക് തോന്നി 1-2 വട്ടം എൻ്റെ ചെറിയ മോൻ വയ്യാതെ കിടന്നിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന്, പിന്നെ ഫ്രണ്ട്സിൻ്റെ അനുഭവങ്ങളൊക്കെ കണ്ട് നമ്മൾ വിചാരിക്കുന്നിടത്ത് നിൽക്കില്ല ഹോസ്പിറ്റൽ ബില്ലുകൾ. ചെറിയൊരു ഇഷ്യൂ ആണെങ്കിലും അത്യാവശ്യം നല്ല പൈസ നമുക്ക് ചിലവാകും നല്ലൊരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ. അപ്പോൾ ഫ്രണ്ട്സിൻ്റെയും അങ്ങനെയൊക്കെ ഇഷ്യൂസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി വേഗം തന്നെ ഇൻഷുറൻസ് ചേരണം. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ പറ്റാം. അങ്ങനെ ഒരു ഇതിലാണ് ഇൻഷുറൻസ് എടുത്തപ്പോൾ എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് തന്നെ എനിക്ക് മോൻ വീഴുകയും ചെയ്തു. അപ്പോൾ ഈ ക്ലെയിം കിട്ടിയപ്പോൾ എനിക്ക് എടുത്തത് ഭയങ്കര ഉപകാരമായിട്ട് തോന്നി. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യണം എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളത്. കാരണം ലൈഫ് അൺഎക്സ്പെക്റ്റഡ് ആണ്. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ആക്സിഡൻറ്റ് വേണമെങ്കിൽ ഉണ്ടാവാൻ, എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പോൾ എപ്പോഴും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത് നല്ലതാണ്. ഇപ്പോൾ നിങ്ങളുടെ മകൻ്റെ ആരോഗ്യനില എങ്ങനെയുണ്ട്? സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? എൻ്റെ മോൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ വളരെ ബെറ്റർ ആയിട്ടുണ്ട്. 2 ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ടി വന്നു. ഇപ്പോൾ ആൾ റെസ്റ്റിലാണ്. ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. 2 മാസത്തേക്ക് ആൾക്ക് പ്ലാസ്റ്റർ ഇടണം. 2 മാസം കഴിഞ്ഞാലാണ് അത് എടുക്കുള്ളൂ. ആൾ ഒരുപാട് ബെറ്റർ ആണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ ഒരു അവസരത്തിൽ എനിക്ക് നന്ദി പറയാനുള്ളത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിനോടാണ്. ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഒരുപാട് പ്രോസസ്സിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് ക്ലെയിം കിട്ടി. അതിന് ഒരുപാട് നന്ദിയുണ്ട്. നമ്മൾ മിഡിൽ ക്ലാസ് ഫാമിലിയൊക്കെ മന്ത്ലി ഇൻകം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരെ, ചെറിയ സേവിങ്സ് അങ്ങനെയൊക്കെ ആയിട്ട്, അപ്പോൾ പെട്ടെന്നൊരു മെഡിക്കൽ എമർജൻസി വരുമ്പോൾ നമ്മുടെ ആ മാസത്തെ കാര്യങ്ങൾ മൊത്തം തെറ്റിപ്പോവും. നമ്മുടെ അടവുകൾ മാറിപ്പോവും. നമുക്ക് സേവിങ്സ് ഉണ്ടെങ്കിൽ അത് ഒക്കെ തെറ്റും. നമ്മൾ ഗോൾഡ് പ്ലെഡ്ജ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് സാധാരണ എനിക്ക് വരാറുള്ളത് ഒരു മെഡിക്കൽ എമർജൻസി വരുമ്പോൾ. പക്ഷേ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തതുകൊണ്ട് എനിക്ക് ഈ മാസം കുഞ്ഞിന് വയ്യാണ്ടായപ്പോൾ ഇതൊന്നും ചെയ്യേണ്ടി വന്നില്ല. എൻ്റെ കാര്യങ്ങൾക്കൊന്നും ഒരു മുടക്കം വന്നില്ല. അപ്പം അതെനിക്ക് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത്.